അപ്പോൾ നമ്മൾ കാത്തിരുന്ന ചിത്രം, ഒരുപാട് കാലങ്ങളായി കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് മമ്മൂക്കയുടെ. അത് നാളെയല്ല, മറ്റന്നാൾ, അതായത് ഡിസംബർ 19 നമുക്ക് മുമ്പിൽ OTT വരികയാണ്. അപ്പോൾ ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും ഏതാണ് ആ ചിത്രം എന്നുള്ളത്. ഒരുപാട് ആളുകൾക്കറിയാം. എന്നാലും ഞാൻ പറയാം. മമ്മൂക്ക നിർമ്മിച്ച, അതായത് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച, ഗൗതം വാസുദേവൻ സംവിധാനം ചെയ്ത നമ്മുടെ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ്, ഈ ഒരു ചിത്രം നമ്മുടെ 2025 തുടക്കത്തിൽ മമ്മൂക്കയുടെ ഫസ്റ്റ് വന്ന മൂവിയാണ്. 2024 ശേഷം മമ്മൂക്കയുടെ വിജയം ആവർത്തിക്കാൻ വേണ്ടി വന്ന ഈ ചിത്രം പക്ഷേ തിയേറ്ററിൽ അത്ര വിചാരിച്ച ഒരു ഹിറ്റ് ചാർട്ടിൽ ഇടം നേടാൻ പറ്റിയിട്ടില്ല. സംഭവം ഈ പടം അടിപൊളിയായിട്ട് അദ്ദേഹം സംവിധാനം ചെയ്തിരുന്നു. അതിലുപരി മമ്മൂക്ക അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ എന്താ ഫാൾട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയത്, ഈ ഒരു ചിത്രം ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഒരുപാട് കോമഡിയായിട്ട് ചെയ്തിട്ട് സെക്കൻഡ് ഹാഫിൽ അതിങ്ങനെ പതിയെ ത്രില്ലോട്ട് പോയി ക്ലൈമാക്സ് എടുക്കും തോറും നമുക്കൊരു ക്യൂരിയോസിറ്റി വരുന്ന രീതിയിൽ ഈ പടത്തെ അടിപൊളിയായിട്ട് അദ്ദേഹം മേക്ക് ചെയ്ത്, അത് അടിപൊളിയായിട്ട് മമ്മൂക്കയും എല്ലാ നായികമാരും മറ്റുള്ളവരൊക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ചു. അതിലൊരാൾക്കും ഇന്നും ആ ചിത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ് ഒരുപാട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കും, എന്നാണ് ഡൊമിനിക് ഇറങ്ങാത്തത്, എന്തുകൊണ്ടാണ് ഇത്ര മമ്മൂക്കയുടെ ഒരു പടമായിട്ട് എന്തുകൊണ്ട് അത് അവർ OTTയിലൊന്നും കാണിക്കുന്നില്ല. സംഭവം വേറൊന്നുമല്ല, അതിൻ്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ നടക്കാത്തതിൻ്റെ ഇഷ്യൂസ് തന്നെ. പക്ഷേ അത് നമ്മുടെ കളങ്കാവിൽ ഇറങ്ങിയതോടെ അതൊക്കെ സോൾവായി. ഡൊമിനിക് നമ്മളെ മുമ്പിൽ എത്താണ് മറ്റന്നാൾ ഡിസംബർ 19 OTTയിൽ വരികയാണ്. എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. കാരണം നല്ലൊരു ചിത്രമാണ് ഇതൊക്കെ. അന്ന്, അതായത് ഈ 2025 തുടക്കത്തിൽ മമ്മൂട്ടി കമ്പനിയുടെ ഒരു പ്രൊഡക്ഷൻ്റെ ഒരു പരസ്യത്തിൻ്റെ ഒരു കുറവ് തന്നെ, അതായത് ഒരു പ്രൊമോഷൻ്റെ കുറവ് തന്നെയാണ് ഈ ചിത്രത്തിന് സാരമായൊരു പതി. കാരണം നല്ല രീതിയിൽ അവർ പ്രൊമോട്ട് ചെയ്തിരുന്നെങ്കിലും കളങ്കാവൽ പോലെയോ അല്ലെങ്കിൽ കണ്ണൂർ സ്ക്വാഡ് പോലെയൊക്കെ നല്ലൊരു ഹിറ്റാവേണ്ട മൂവിയാണ് ഈ ചിത്രം. ഒരിക്കലും ഒരു മോശം ചിത്രമല്ല. പക്ഷേ അവരുടെ പോരായ്മ തന്നെ. അവരാദ്യം മമ്മൂട്ടി കമ്പനി മനസ്സിലാക്കേണ്ടത് കളങ്കാവൽ പോലെയും അതുപോലെ തന്നെ കണ്ണൂർ സ്ക്വാഡ് പോലെയൊക്കെ നല്ല രീതിയിൽ പ്രൊമോഷൻ, കണ്ണൂർ സ്ക്വാഡൊന്നും പ്രൊമോഷൻ ഇല്ല, അത് നോർമൽ അതൊക്കെ മൗത്ത് പബ്ലിസിറ്റി. അതുപോലെ തന്നെയാണ് കളങ്കാവലും ആദ്യം വന്നത്. പക്ഷേ റിലീസിൻ്റെ 2 ദിവസം മുമ്പുള്ള ആ ഒരു 1-2 പ്രൊമോഷനോടാണ് പടത്തിനെ വലിയ രീതിയിൽ ഹൈപ്പിൽ കയറ്റിയത്. പിന്നെ ബാക്കി പടം നമുക്ക് തന്നതുമാണ്. അപ്പോൾ അതുപോലെ നല്ല രീതിയിലുള്ളൊരു പടമായിരുന്നു ഈ ഡൊമിനിക്. പക്ഷേ അവരുടെ പോരായ്മ തന്നെ, പ്രൊമോഷൻ്റെ പോരായ്മ തന്നെ ഈ ചിത്രം ഒരു തിയേറ്ററിലെ ഒരു ഹിറ്റായിട്ട്. പക്ഷേ ഇത് 19 നമ്മുടെ OTTയിലെത്തിയാൽ ഒരുപാട് പ്രേക്ഷകരെ പ്രശംസ കിട്ടാൻ പോകുന്ന ഒരു മമ്മൂട്ടി ചിത്രമാവും എന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം ഞാനിത് കണ്ട പടം, നല്ല ഒരാളും ഒരു നെഗറ്റീവ് ആ ടൈമിൽ പറയാത്തൊരു പടമാണ്. പക്ഷേ തിയേറ്റർ റണ്ണിങ്ങിൽ വളരെ പിന്നിലായി. അപ്പോൾ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യുക. കാണാത്തവർ കാണുക, നിങ്ങളുടെ അഭിപ്രായം പറയാം. ഇനി ഇത് കണ്ടവരെ ഒരു അഭിപ്രായം എന്നോട് ഇതിലൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ താല്പര്യമുണ്ട് നിങ്ങൾ കാണാൻ, അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്ത മൂവിയാണ്, അതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ.